ഇത് സന, എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളുടെ മോളാണ്. സനയെ അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം അവരെല്ലാം കൂടി ചുള്ളൻ സാറിനെ കാണാൻ ഇറങ്ങി. ദേടി, ആ പോകുന്ന ആളാണ് ചുള്ളൻ സാറ്. ബാക്ക് നോക്കി നീ എങ്ങനെയാടി മൂപ്പരെ കണ്ടുപഠിച്ചേ? ഫൗസി പറഞ്ഞത് കേൾക്കെ നീ അവളെ കളിയാക്കി ചിരിച്ചു. സാറേ ഇറനെ നീട്ടി വിളിച്ചതും നിറഞ്ഞൊലിക്കുന്ന കണ്ണീർ തുടച്ചു മാറ്റി നൂർ തിരിഞ്ഞു നോക്കി. എന്താ? ഗൗരവത്തോടെയുള്ള നൂറിൻ്റെ ചോദ്യം കേൾക്കെ ഫൗസിയും ഡിയയും റനയും സജയെ നോക്കി. കാരണം എന്തുണ്ടേലും ആദ്യം എന്തിനും ഏതിനും മറുപടി നൽകുവോളാണ്. അതുകൊണ്ടാണ് നൂറിനെ പരിചയപ്പെടാൻ അവർ സജയെ കാത്തിരുന്നതും. എന്നാൽ സജയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയ നൂറിൻ്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു. അവൻ്റെ നിറഞ്ഞ മീകൾ അവൾക്ക് സഹിക്കാത്തതുപോലെ. അറിയാതെ അവളുടെ മനസ്സിൽ സെറുവിനോട് ദേഷ്യം തോന്നി. തൻ്റെ ഇക്കാക്കാൻ്റെ മനസ്സിൽ പ്രണയം എന്ന വികാരം നിറച്ചിട്ട് അവനെ തനിച്ചാക്കി ലോകത്തോടെ വിട പറഞ്ഞ സെറുവിനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യം തോന്നി. പ്രണയം എന്ന വികാരത്തോട് വെറുപ്പ് തോന്നി. സജ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അവളുടെ കൂട്ടുകാർക്ക് ഒന്നും മനസ്സിലായില്ല. സജയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ അവർ പരസ്പരം നോക്കി നിന്നു. ഇന്ന് അവൾക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. അവളുടെ മനസ്സ് ശരിയല്ലെന്ന് അവർക്ക് ബോധ്യമായി. എന്തു പറ്റി നൂറിക്ക? നിങ്ങളെ കണ്ണെന്താ ആകെ ചുവന്നത്? സന നൂറിനെ നോക്കി. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നൊരു ബന്ധവും പറഞ്ഞ് വരാൻ നിൽക്കണ്ട. ഇവിടെ ഞാൻ നിനക്ക് അധ്യാപകനും നീ എനിക്ക് സ്റ്റുഡൻറ്റുമാണ്, മനസ്സിലായോ? ദേഷ്യത്തോടെ പറഞ്ഞ നൂറിനെ ഒന്ന് മൂളിക്കൊടുത്ത് അവൾ തിരിഞ്ഞു നടന്നു. ഇനി നിങ്ങൾക്ക് എന്ത് കുന്തമാ വേണ്ടത്? വാ പൊളിച്ച് തന്നെ നോക്കി നിൽക്കുന്ന സജയുടെ കൂട്ടുകാരെ നൂർ കലിപ്പോടെ നോക്കി. ഒന്നും വേണ്ടെന്ന നിലക്ക് ചുമല് കുഴിച്ചവർ ഓടിയതും നൂർ ലൈബ്രറിയിലേക്ക് കയറിയിരുന്നു. നിനക്ക് പകരം നിന്നെ ഓർക്കുമ്പോഴേക്ക് ഈ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ നിന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കിക്കൂടെ? എൻ്റെ തെറ്റല്ല, ഞാൻ കാരണമാണ് നീ മരിച്ചത്. നീ വിളിച്ചപ്പോൾ ഞാൻ വന്നിരുന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നൂർ ആ ലൈബ്രറിയിലിരുന്ന് വിങ്ങിപ്പൊട്ടി. നൂറിൻ്റെ അടുത്ത് നിന്ന് വന്ന സജ അറിയാതെ ആരെയോ തട്ടി വീഴാൻ പോയതും അവൾ കണ്ണിറുകെ മൂടി. എങ്കിലും താഴെ വീണില്ലെന്ന് കാണെ പതിയെ കണ്ണു തുറന്നു. സജ കണ്ടത് തന്നെ താങ്ങി നിൽക്കുന്ന ഫറുവിനെയാണ്. അവനെ കാണെ സജയുടെ കണ്ണൊന്നു വിടർന്നു. ഇത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന സങ്കടം മാറിയ പോലെ. ഫറുക്ക? കണ്ണു വിടർത്തി വിളിച്ച സജയെ കാണെ ഫറു അവളെ നേരെ നിർത്തിയൊന്ന് മൂളി. അപ്പോഴേക്കും സനയും ബാക്കിയുള്ളവരും അവിടെ എത്തിയിരുന്നു. നിങ്ങളെ വല്ല പട്ടിയും ഓടിച്ചോ? ഫറു സജൻ്റെ ഫ്രണ്ട്സിനെ നോക്കി. ഏയ് ഇല്ല. അവർ ഫറുവിനെ നോക്കി വിളിച്ചു. ഫറുക്ക, ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. സോ എനിക്ക് നിങ്ങളെ ശരിക്കും മിസ് ചെയ്തു. ഐ ലവ് യു. സജ ഫറുവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞതും ഫറുവിൻ്റെ ചുണ്ടുകൾ ചെറുതായി വിരിഞ്ഞു. വിടടി എന്നെ, ഇനി മേലാൽ നീ എന്നെ തൊട്ടാ വിവരം അറിയുന്നു. അവളെ പിടിച്ചു മാറ്റി ദേഷ്യത്തോടെ പറഞ്ഞു പോകുന്ന ഫറുവിൻ്റെ ചുണ്ടുകൾ വിരിഞ്ഞതോടൊപ്പം ഇത്രയും ദിവസം അവളെ കാണാതെ വിഷമിച്ച അവൻ്റെ ഹൃദയം തുള്ളിച്ചാടി. സജയുടെ കൊഞ്ചലും ഫറുവിൻ്റെ ദേഷ്യവും സ്ഥിരം കാണുന്നതാണേലും ആ ദേഷ്യത്തിനപ്പുറവും ഇരുവരും ആരും അറിയാതെ സന്തോഷിക്കുന്നത് മറ്റാരും കണ്ടതുമില്ല, അറിഞ്ഞതുമില്ല. സജയ്ക്ക് ഫറുവിനോട് പ്രണയമാണ് എന്നത് കോളേജിൽ പാട്ടാണ്. എന്നാൽ ആ പ്രണയം ഫറു ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല എന്നതും കോളേജിൽ ഒരുപോലെ പാട്ടാണ്. എൻ്റെ സജ, നീ ഇനിയും അങ്ങനെ പിറകെ നടക്കണ്ട. ഇന്നലെ കയറി വന്ന ആ മരയോന്ത് നിന്റെ ഫറുഖാനെ അടിച്ചോണ്ട് പോയി. ദിയ ദേഷ്യത്തോടെ പറഞ്ഞത് കേൾക്കെ സജ ഞെട്ടലോടെ അവളെ നോക്കി. ദിയയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യത്തിൽ ആ സെറ ഇൽഹാമിനെ കുറിച്ചാണ് അവൾ പറഞ്ഞതെന്ന് സജയ്ക്ക് മനസ്സിലായിരുന്നു. നിന്നോട് ആരാ പറഞ്ഞത് അവൾ എൻ്റെ ഫറുഖാനെ അടിച്ചോണ്ട് പോയെന്ന്? ആരും പറയേണ്ട ആവശ്യമില്ല. ഈ കോളേജിൽ എല്ലാവരും കണ്ടതാ ഒരു കിസ്സിങ് സീന്. നിന്റെ ഫറുക്ക ഗ്രൗണ്ടിൽ വെച്ച് അവളെ ഉമ്മ വെച്ച്. ശരിക്കും? അത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എവിടെ എൻ്റെ ഫറുക്ക? ദേഷ്യത്തോടെ മുമ്പോട്ട് നടക്കാനാഞ്ഞ സജയ റന പിടിച്ചു വെച്ചു. എങ്ങോട്ടാ തുള്ളിച്ചാടി? ആദ്യത്തെ പീരീഡ് ഏതായാലും ക്ലാസ്സിൽ കയറിയില്ല. ഇപ്പോൾ ബെല്ലടിച്ചു. അടുത്ത തള്ളച്ചി കയറി വരും മുന്നേ നമുക്ക് ക്ലാസ്സിൽ കയറാം. അപ്പോൾ ചോദിക്കാൻ പോണ്ടേ? സജ റനയെ നോക്കി ചുണ്ട് മലർത്തി. ബ്രേക്കിന് ചോദിക്കാം. ഇപ്പോൾ നീ വാ. റന സജയെയും ടീമിനെയും വലിച്ചു ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. ഇല്ല ക്ലാസ്സിലാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സുമേഷിന് കാര്യമായി എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന്. അതിൻ്റെ ഇടക്കാണ് നൂറിനും അല്ലടി, നീ ഒരു കാര്യം അറിഞ്ഞോ? നൂറ് ദേഷ്യത്തോടെ ഇറങ്ങി പോയതുമല്ല. ഇവിടെ ഒരു ചുള്ള സാറ് ആരും അവളെ എന്തായാലും ആളെ എനിക്കറിയാം. അങ്ങനെ കിട്ടുന്ന ആളാണ് ഞാൻ പൊട്ടിക്കുകയും ചെയ്യും. ഇനി എൻ്റെ പേരിനൊപ്പം ആ നൂറിൻ്റെ പേര് ചേർത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കി ഞാൻ ഒപ്പം പറയാം. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നതും അവളെ തേടി ഒരു വിളി വന്നു. സെറ ഇൽഹാമിനെ പ്രിൻസി വിളിക്കുന്നു. ഏതോ ഒരു സീനിയറിത്തയാണ് അത് വന്ന് പറഞ്ഞത്.
കേട്ടപ്പോൾ തന്നെ ഇലുവിൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി. ആ ഫറുവിന് വെച്ച പണി സുമേഷിന് കൊണ്ടത് പ്രിൻസി അറിഞ്ഞു കാണും. ഇനി ഒരു പക്ഷേ TC തന്ന് തന്നെ ഇവിടുന്ന് ഓടിക്കാൻ മതി. ഇലൊന്ന് നിശ്വസിച്ചു. നേരെ പ്രിൻസിൻ്റെ റൂമിലേക്ക് വിട്ടു. താൻ എണ്ണ ഒഴിച്ച് സ്റ്റെയർ ക്ലീൻ ആക്കിയത് കണ്ടതാണേലും അതിലേ ഇറങ്ങാൻ കൊച്ചിനെന്തോ ഒരു പേടി. ഇനി നന്നായിട്ട് ക്ലീൻ ആക്കിയില്ലെങ്കിൽ താനെങ്ങാനും വീണാലോ. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിലെ സ്റ്റെയറിലൂടെ ഇറങ്ങാൻ നിന്നതും ദേ പോണ് ഉരുണ്ടുരുണ്ട് താഴേക്ക്. ഏറ്റവും താഴെ എത്തിയതും വേദന കൊണ്ടവൾ ഞെരുപിരി കൊണ്ടു. തലയാകെ കനം വെച്ച പോലെ. ഉരുണ്ട് വീണത് കൊണ്ട് തല ഒരുപാട് തവണ സ്റ്റെപ്പിൽ ഇടിച്ചിട്ടുണ്ട്. ശരീരമാസകല വേദന തോന്നിയ ഇലു കണ്ണടച്ചു പിടിച്ചു. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി.